ഗൈസ്, വെൽക്കം ബാക്ക് ടു അനസ് വ്ലോഗ്. അപ്പം ഞാൻ ഇത് വന്നിട്ടുള്ളത് എൻ്റെ ബർത്ത്ഡേ കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് എൻ്റെ ഉമ്മയും പാപ്പയും തന്ന ഗിഫ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ട്? ഇപ്പം നിനക്ക് എന്താ ചെയ്യാം? അപ്പം നമുക്ക് പൊളിക്കാം. എനിക്ക് പൊളിക്കാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പം തന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ട് ഇപ്പം തന്നെ കമന്റ് ചെയ്യണേ. നല്ല പാടാണ് പൊളിക്കാൻ. നമുക്ക് പൊളിക്കാം. ഇത് നല്ല ആകാശമുണ്ട് എന്നാന്നറിയാൻ ഇതിൽ പൊളിക്കാം. എന്തോ ഒരു കവറ് കാണുന്നത്. ഇതിനുള്ളിൽ തന്നെ അത് തീർന്നത് ഷട്ടിൽ ബാറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ കുറെ പ്രാവശ്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്സ് ആണ്. ഫസ്റ്റ് കോക്കാണ്. കോക്ക് ഇതിന്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. നല്ല പാക്കിങ്, നല്ല കോക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ബാറ്റ്, ഇത് കോക്ക്, ഇത് രണ്ടും ഇതിൽ വരുന്നതാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ ഉമ്മാന്റെയും പാപ്പാന്റെയും ഗിഫ്റ്റ്സ് എനിക്ക് തന്നത്. അപ്പൊ നമുക്കിനി എൻ്റെ അനിയൻ തന്ന ഗിഫ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ഗിഫ്റ്റ്സ് ആണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഇതൊരു കണ്ണടിയാണ്. എൻ്റെ അനിയൻ തന്നെ ഒരു കണ്ണടയാണ്. കണ്ണട, ദിസ് ഈസ് മൈ ഫേവറേറ്റ് കണ്ണട. ഞാൻ ഒമാന്ന് വേണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ എനിക്കിപ്പാണ് ഈ കണ്ണട കിട്ടിയത്. അപ്പൊ അവനായിരുന്നു ഞാനിത് കണ്ണടയാണ് കണ്ണട. പക്ഷെ എനിക്ക് ഇത് ഇറക്കാൻ തിരിച്ചിട്ട് ഇപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇതാണ് എൻ്റെ കണ്ണട. പിന്നെ അനിയൻ തന്നത് ഒരു കീ ചെയിൻ ആണ്. കീ ചെയിൻ ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻ ആണ്. പിന്നെ എൻ്റെ ഒരു ക്ലിപ്പ്. ഈ കളറ് ഫേവറേറ്റ് ആണ്. പച്ച, ലൈറ്റ് പച്ചയാണത്, ലൈറ്റ് ഗ്രീൻ. ഇത് രണ്ടും ഇതുമാണ് അനിയൻ തന്നത്. ഇനി എൻ്റെ മദർസയിലെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റ്സ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇത് എൻ്റെ മദർസയിലെ ഫ്രണ്ട്സ് തന്നെയാണ്. ഇത് സ്കൂഷി എന്ന് പറയും. ഒരു മുട്ടിൻ്റെ ഷേപ്പിലുള്ള സ്കൂഷിയാണിത്. ദിസ് ഈസ് ഓൾസോ ഇതിങ്ങനെ നമുക്കിങ്ങനെ ആക്കാം. ഇതെങ്ങനെ ആക്കേണ്ടത് ഞാൻ വരുന്ന വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ജേർണലിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ്, ഒരു മുത്ത് എന്നുള്ള പറയാം, ഒരു ബീറ്റ്സ് ജേർണലിംഗ് ചെയ്യാൻ പറ്റും. എനിക്ക് ജേർണലിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ മനസ്സിലെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് അന്നേരം തന്നെയാണ്. പിന്നെ ഒരു BTSന്റെ ബുക്സും പിന്നെ അതിൻ്റെ ഉള്ളിൽ ചേരണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് സംഭവം. നേരത്തെ ഞാൻ കാണിച്ചത് ഇതാണ് ഇവിടെ ഒട്ടിച്ചത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് ഒരു ക്യൂട്ട് പെൻസിലിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്കൊരു ചെറിയൊരു വള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. This is also my favorite. പിന്നെ ഒരു മോതിരം. ഇതാണ് മോതിരം ആൻഡ് വള. ഇതെല്ലാം ഒരു ഫ്രണ്ട് കാണിച്ച് തന്നതാണ്. പിന്നെ വേറൊരു ഫ്രണ്ട് തന്നെയാണ്. ഒരു ലെറ്റർ ടൈപ്പ് ആണിത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിലെല്ലാം വരച്ചിട്ടുണ്ട്. ഇതിൽ അനുന്ന് കാണും. അങ്ങനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്.
അപ്പം ഇതാണ്, ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ നല്ല പടിയുണ്ട്. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കാണാം. ഫസ്റ്റ് തന്നെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ദിസ് ഈസ് ഓൾസോ മൈ ഫേവറേറ്റ്. ഫ്ലവേഴ്സ് എല്ലാം കാണാൻ എന്ത് ക്യൂട്ടായിട്ട്. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതായത് ഇപ്പം വരെ ചില ഫേവറേറ്റ്. ദിസ് ഓൾസോ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഇതാണ് എൻ്റെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഇതും മറ്റേ ഇതെൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പം ഇതൊരു കലണ്ടറാണ്. 26 അവിടെ ഒരു കേക്ക് പോലെ വരച്ചിട്ടുണ്ട്. ഇതും എൻ്റെ ഒരു ബർത്ത്ഡേ കലണ്ടറാണ്. ഇത് ഈസ് ഓൾസോ മൈ ഫേവറേറ്റ്. പിന്നെ ഇവിടെ 26 അവിടെ കേക്ക് പോലെ ഉണ്ട്. അപ്പോൾ 26 അന്നാണ് എൻ്റെ ബർത്ത്ഡേ, ഓഗസ്റ്റ്. അപ്പോൾ ഇതും മോള് തന്നെയാണ്. പിന്നെ ഇതൊന്നാണെന്ന് അറിയില്ല. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം. Wow, it is also flower. കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതാ വാട്ടർ കളർ കൊണ്ട് ചെയ്തതാ ഫ്ലവേഴ്സ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലെറ്ററാണ്. സ്റ്റോറി ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇതൊരു കഥയാണ്. അപ്പം നമുക്ക് വായിക്കാം. വായിക്കാം. അപ്പോൾ ഇതെൻ്റെ സ്കൂളിലെ സെയിം ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊരു ലെറ്ററാണ്. അപ്പം നമുക്കിത് വായിക്കാം. സ്റ്റോറി ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, അതാണ് ടോപ്പിക്. നമ്മൾ രണ്ടും ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. LKG തൊട്ട് LKG UKG ആ ഒരു സ്റ്റേജിൽ കോവിഡ് ടൈമിനെല്ലാം, കൊറോണ ടൈം, കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ നല്ല ഫ്രണ്ട്സ്, നമ്മളായിട്ട് കോണ്ടാക്ട്സിലുണ്ട്. അപ്പോൾ അത്രയും എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് ഇന്നേ വരെ ഉണ്ടായ ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ തന്ന ഗിഫ്റ്റ്സ് ആണ്. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടു. എത്ര പറഞ്ഞാലും വെറുതെ ആവില്ല. താങ്ക് യു. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ലെറ്ററാണ് ഇത്. ഇത്രയും ഉള്ള എല്ലാ ഗിഫ്റ്റ്സും ഇപ്പം വരെ തന്നെ എല്ലാ ഗിഫ്റ്റ്സും എല്ലാം എൻ്റെ ഫേവറേറ്റ്സ് ആണ്. അപ്പം നമുക്ക് വായിക്കാം. സ്റ്റോറി ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. In my LKG, she was one of my classmates, but I was busy with my best friends. But when first standard came, my best friends were in others division, so we too become best friends. Even in the corona time, we contact after the lockdown came. Fourth standard, in fourth standard, we were in different divisions, and I got same best friend in LKG. In 5th standard, there was only one division, so again we became best friends. And now in 6th standard, we are very best friends. On her birthday, I am gifting her this to my dear Amna. I wish you may our friendship last forever. ഇതാണ് ഗിഫ്റ്റ്സ്. ദിസ് ഈസ് ഓൾസോ മൈ ഫേവറേറ്റ്. ലെറ്റർ വായിക്കുമ്പോൾ തന്നെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.